പ്രിയമുള്ളവരെ, ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നടക്കുമ്പോൾ മഞ്ഞും തണുപ്പുമൊക്കെയുള്ള ദിനങ്ങളിലൂടെ മുന്നേറുന്ന നമ്മുടെ വീടുകളുടെ മുന്നിൽ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട്. നക്ഷത്രങ്ങളില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? നക്ഷത്രങ്ങൾ ഇടുന്ന വീടുകളിലേക്ക് നോക്കി നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന്. ശരിക്കും ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് എപ്പോഴാണ് നക്ഷത്രങ്ങൾ തൂക്കേണ്ടത്? ആഗമനകാലം 1-ാം ഞായറിന്റെ തലേന്നാൾ ശനിയാഴ്ച 1-ാം സായാഹ്ന പ്രാർത്ഥനയോടെയാണ്. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഈശോ മിശിഹ രാജാവായി വാഴുന്നുണ്ടെങ്കിലും വലിയ കൊട്ടാരത്തിലുമൊന്നുമല്ല അവിടുന്ന് ജനിച്ചത്, വെറും ഒരു കാലിത്തൊഴുത്തിലാണല്ലേ. മത്തായി 23:12 പറയുന്നത്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോയുടെ എളിമയാണല്ലേ. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എളിമപ്പെട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കാൻ നമ്മുടെ ഹൃദയങ്ങളിലെ ഒരുക്കാം. ഈശോയ്ക്ക് സ്തുതി. ഈ പാതിരാവിദിന് പാരിന്റെ നാഥൻ പാരിൽ പിറന്നൊരി പാതിരാവിദിന്, ഈ പാതിരാവിദിന് എന്തൊരഴകാണ് ഈ പാതിരാവിദിന്. കാലിക്കുഴിയിനുള്ളിൽ ആ പുൽത്തൊട്ടി തന്നിലായി സ്വർഗം കനിഞ്ഞിറങ്ങി, എന്തൊരഴകാണ് അച്ഛന്റെ കൊച്ചനായി മറിയത്തിന്നോമനയായി ദൈവം പിറന്നു മണ്ണിൽ. എന്തൊരു ഭാഗ്യമത്, ഓ എന്തൊരു ഭാഗ്യമത്.